ഐസ്ക്രീമിനോളം ജനസമ്മതിയുള്ള മറ്റൊരു സാധനം ഉണ്ടോയെന്ന് സംശയമാണ്. എത്ര പ്രായമായി കഴിഞ്ഞാലും ഇച്ചിരി ഐസ്ക്രീം എടുക്കാല്ലേ എന്ന് പറഞ്ഞാൽ ആവാം തന്നെ എല്ലാവരും പറയാറുള്ളൂ. കേരളത്തിൽ എത്രമാത്രം ഐസ്ക്രീം കമ്പനികളുണ്ട്. കേരളത്തിൽ നിർമ്മിക്കുന്നതുണ്ട്, മറ്റ് സ്റ്റേറ്റുകളിലുള്ളതുണ്ട്, വിദേശങ്ങളിൽ നിർമ്മിക്കുന്ന ഐസ്ക്രീമുകളുണ്ട്. കേരളം ഐസ്ക്രീമിന് നല്ലൊരു മാർക്കറ്റാണ്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അരുൺ ഐസ്ക്രീമിനെ കുറിച്ചാണ്. കാരണം അരുൺ ഐസ്ക്രീം ഒരു സംഭവമാണ്. RG ചന്ദ്രമോഹൻ എന്ന ഒരു തമിഴ്നാട്ടുകാരൻ മാത്സിൽ തോറ്റതുകൊണ്ട് കോളേജ് പഠിത്തം നിർത്തിയിട്ട് ആശാൻ എൻ്റർപ്രണറായി. 1970-ലാണത്. കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് സ്ഥലം വിറ്റു. അന്നത്തെ 13,000 രൂപയോ 15,000 രൂപേൻ്റെ അടുത്തെന്തോ ആശാൻ സംഘടിപ്പിച്ചു. എന്നിട്ട് ഒരു 250 സ്ക്വയർ ഫീറ്റിൽ ചെന്നൈയിൽ റോയാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് അരുൺ എന്ന പേരിൽ ഒരു ഐസ്ക്രീം കമ്പനി തുടങ്ങി. ആദ്യം 3 പണിക്കാരും 9 ഉന്തുവണ്ടിയും 6 മുച്ചക്ര സൈക്കിളുകളാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് 10 പൈസയുടെ ഐസ് ക്യാൻഡികൾ, കപ്പ് ഐസ്ക്രീമൊക്കെ കോളേജ് പിള്ളേർക്ക് വിറ്റു. ആദ്യത്തെ വർഷത്തെ റവന്യൂ എത്രയെന്നറിയോ? 1.5 ലക്ഷം രൂപ. ഇന്നത്തെ അല്ല, അന്നത്തെ 1970 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര കോടികളിൽ കാണാൻ നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു 15 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഒരു 85ഓടെ അരുണ് തമിഴ്നാട്ടിലെ ടോപ്പ് ഐസ്ക്രീം സെല്ലറായി. അപ്പോഴേക്ക് അവർ എക്സ്ക്ലൂസീവ് ഐസ്ക്രീം പാർലറുകൾ തുടങ്ങിയിരുന്നു, ഫ്രീസറൊക്കെ വെച്ചിട്ടുള്ള. അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അരുണാണ് തുടങ്ങിയത്. പിന്നെ അവർ ഐസ്ക്രീം ഫോർ വെഡ്ഡിംഗ് എന്ന് പറഞ്ഞ ക്യാമ്പയിനുകൾ, കല്യാണങ്ങളിലേക്ക് ഐസ്ക്രീം സപ്ലൈ ചെയ്യുന്നൊരു പരിപാടി, അത് അന്ന് വളരെ നോവലായിട്ടുള്ളൊരു ഐഡിയ ആയിരുന്നു. അത് ഭയങ്കര ഹിറ്റായി. 2020 ആയപ്പോഴേക്ക് അരുണിൻ്റെ റവന്യൂ 5,000 കോടി കടന്നിരുന്നു. ഏകദേശം 20 ലക്ഷം ലിറ്ററോളം പാൽ ഒരു ദിവസം അവരുപയോഗിക്കും. 20 ലക്ഷം ലിറ്റർ പാല് ഒരു ദിവസം അവരുപയോഗിക്കും. ഈ ചന്ദ്രമോഹന് രാജ്യം പത്മശ്രീ കൊടുത്തു ആദരിച്ചു 2025. ആശാൻ്റെ നെറ്റ് വർത്ത് 2.5 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. ഒരു മനുഷ്യൻ്റെ ഹമ്പിൾ ബിഗിനിങ്ങിൽ നിന്ന് ഇന്ന് എവിടെ വന്നെത്തി നിൽക്കുന്നതെന്നറിയോ? വഴി വെട്ടി വന്നവനാന്ന് ഒക്കെ പറയേണ്ടത് അദ്ദേഹത്തെക്കുറിച്ചാണ്. നമ്മുടെ വിഷയം അരുൺ ഐസ്ക്രീം എന്ന കമ്പനിയല്ല. അവർ ഉണ്ടാക്കുന്ന, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ സാധ്യത കുറവുള്ള കുറച്ച് സാധനങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോ. കേക്കിൽ നിന്ന് തുടങ്ങാം. ടാഗ് ലൈനിൽ പറയുന്ന പോലെ ഗുഡ് ബൈ കേക്ക്സ്, ഹലോ ഐസ്ക്രീം കേക്ക്സ്. അരുണിൽ ഒരുപാട് ഐസ്ക്രീം കേക്കുകളുണ്ട്. 500 രൂപയുടെ നിരക്കിൽ നല്ല ഐസ്ക്രീം കേക്കുകൾ കിട്ടും. ഒരുപാട് ടേസ്റ്റ് വെറൈറ്റികളുമുണ്ട്. ആൽമണ്ട്സ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, കുക്കീസ് ഉണ്ട്, മറ്റു പല 4-5 ടൈപ്പുകളുണ്ട്. അപ്പോൾ ഫങ്ഷനുകൾക്കെല്ലാം, കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടാവുന്ന ഐസ്ക്രീമിന് പകരം ഐസ്ക്രീമുമായി, കേക്കിന് പകരം കേക്കുമായി, വെരി എക്കണോമിക്കൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമായി. എല്ലാ ഷോപ്പിലുമൊന്നുമില്ല. പ്രധാന നഗരങ്ങളിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുകൾ മാത്രമാണ് ഈ സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി ട്രൈ മലായി ലസ്സി. 25 റുപ്പീസാണ്. വെരി ടേസ്റ്റി. പിന്നെ ചീസ് ഉണ്ട്, എക്സലൻറ്റ് ചീസാണ്. 20 റുപ്പീസിന് ഒരു പാക്കറ്റാണ്. സ്ഥിരമായി ഞാൻ എൻ്റെ കൺസ്യൂമറാണ്. കുക്കിംഗ് ബട്ടർ, ടേബിൾ ബട്ടർ ഉണ്ട്. പിന്നെ ദിസ് ഈസ് വെരി ഗുഡ്, സ്വീറ്റ് കേർഡ്, തൈര്, കട്ട തൈര്. ചോക്ലേറ്റ്സ്, ഹനോബർ എന്ന പേരിൽ അവർ ചോക്ലേറ്റ് ഇറക്കുന്നുണ്ട്. 10 രൂപ 15 രൂപൻ്റെ ഒക്കെ ഉണ്ട്. എക്സലൻറ്റ് ക്വാളിറ്റി ചോക്ലേറ്റ്. വിദേശത്തൊക്കെ കൊണ്ടുവരുന്ന ചോക്ലേറ്റുകളുടെ അത്രയും ക്വാളിറ്റി ഉണ്ട്. നാട്ടിലുള്ള ചോക്ലേറ്റുകൾക്ക് ഒരു പിണ്ണാക്കിൻ്റെ ടേസ്റ്റ് ഇതൊന്നുമല്ല. വെരി ഗുഡ് ചോക്ലേറ്റ്. ഡെഫിനറ്റ്ലി ട്രൈ വൺസ്. ഐസ്ക്രീം ഷേക്ക് എന്ന പേരിൽ പൗച്ചിൽ വരുന്നുണ്ട്. ഫ്രോസൺ ആയിട്ടുള്ള ലിക്വിഡ് 40 റുപ്പീസാണ്. വെരി ഗുഡ്. പ്രത്യേകിച്ച് ചോക്ലേറ്റ് ഇസ് എക്സലൻറ്റ്. ഈ ഷോപ്പിൽ ചോക്ലേറ്റ് ഉണ്ടായിട്ടില്ല. സോ ഈ ഐസ്ക്രീംസുകളാണ് അധിക ഷോപ്പുകളിലും കാണുന്നത്. നല്ല ക്വാളിറ്റിയാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ ബൈറ്റ്സിൻ്റെ ഈ ഹാർട്ട് ഷേപ്പിലുള്ളത്. 10 റുപ്പീസ്. പിന്നെ എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് ഈ സാൻഡ്വിച്ച് ടൈപ്പിലുള്ള 2 ടൈപ്പ് ഉണ്ട്. വേറൊരു ടൈപ്പ് ഇതാണ്. 20-30 റുപ്പീസ് ടൈപ്പുള്ളതാണ്. ഈ സ്ലൈസ് വളരെ കോൺസ്
വളരെ പോപ്പുലറാണ്, പക്ഷേ എക്സ്പെൻസീവ്, 50-60 റേഞ്ചിലാണ് കോസ്റ്റ്.